എനിക്ക് ആ കന്തൂറ തന്നെ ഭയങ്കര ചരിത്രമാണ്. ഒരു വലിയൊരു ഷേഖ് ഫാമിലി പെട്ട ഒരാള് എനിക്ക് തയ്പ്പിച്ചിട്ട് തന്നെ 2 കന്തൂറ. അറബിമാരുടെ വേഷമാണ് ഈ കന്തൂർ എന്ന് പറയുന്നത്, അറബി വേഷം. ഈ ഗിഫ്റ്റ്. അപ്പൊ അയാള് പറഞ്ഞേക്കുന്നേ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എവിടെയാ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടന് പോയി എവിടെയാ? ഞാൻ അന്നേരം കായംകുളത്ത് പോകുന്നു. എന്റെ ദേശം കായംകുളത്ത് കാണാൻ കിട്ടിയ ആളെ അടിക്കും. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കായംകുളം ബസ് സ്റ്റാൻഡ് തൊട്ടിപ്പുറത്ത് കൊണ്ടുപോകും, ആട്ടോ സ്റ്റാൻഡ്. അപ്പൊ ആട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഞാൻ കാര്യം പറയാം. ഞാൻ അവിടെ നിന്ന് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന കണ്ടോണ്ട് കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ ആട്ടോ സ്റ്റാൻഡിലെ നമ്മുടെ സുഹൃത്തുക്കൾ ചാടി വീണ് എന്നെ കണ്ടോണ്ടേ ചാടി കൊണ്ട് എവിടെ പോകുന്നു ചാടി വന്നേരം ഞാൻ അവിടെ നിർത്തി അവരുടെ സംസാരിച്ചിരിക്കുമ്പോ ഈ ഫോൺ കോൾ വരും. ഞാൻ പറഞ്ഞ കായംകുളത്ത് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഞാൻ ആട്ടോ സ്റ്റാൻഡിലുണ്ട്, ഇങ്ങോട്ട് വന്നാ ഇപ്പൊ കാണാനില്ല. ചേട്ടന്റെ അഡ്രസ്സ് പറഞ്ഞ് ഇവിടെ നിന്നുള്ള ആരെങ്കിലും ആട്ടോ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിലോട്ട്. അല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു എന്റെ വീട് ഇന്നടുത്താണ്, ഞാൻ ഫുൾ ടൈം അവിടെ കാണുന്ന ഒരാളെ ഇങ്ങോട്ട് വരാൻ. ഇതാണ് നമ്മുടെ മനുഷ്യന്മാർ. ഈ ജാതിയും മതവും പറഞ്ഞ് ഇന്നും ഇത്രയും വിഷയങ്ങൾ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെ ആൾക്കാരുണ്ട്. ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇപ്പൊ ഇവിടെ ഈ നടന്ന ഒരു ഉരുൾപൊട്ടലില് ആരാ സഹായിക്കുന്നേ? ജാതി നോക്കിട്ടാ. ഹിന്ദുവിനെ മുസൽമാൻ എടുത്തോണ്ട് പോകുന്നു, മുസൽമാനെ ഹിന്ദു എടുത്തോണ്ട് പോകുന്നു, ക്രിസ്ത്യാനിയെ മുസൽമാനെ ഹിന്ദു കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് പോകുന്നു. നമ്മൾ ഈ വീഡിയോകളൊക്കെ കാണുന്നില്ലേ? ഇവിടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാളെ ആ ജാതി. കൊറോണ സമയത്ത് ഹിന്ദുവിന്റെ വീട്ടിൽ മുസ്ലിം ആയിരിക്കും ആഹാരം കൊണ്ടുകൊടുക്കുന്നത്, ചിലപ്പോൾ തിരിച്ചായിരിക്കും. എനിക്ക് അനുഭവമുള്ള കൊറോണ സമയത്ത് ഒരുപാട് പേരുടെ ചോദിച്ചു ഈ കൊറോണ കാലത്തിൽ നിങ്ങൾ എവിടെ ആയിരുന്നു? ജലപ്രളയം ഉണ്ടായപ്പോ എവിടെ ആയിരുന്നു? ആലപ്പുഴ 12 ക്യാമ്പിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും ഒരു ട്രക്ക് നിറച്ച് ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ബോട്ട് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്ത ഒരാളാണ്. അതുപോലെ കൊറോണ സമയത്ത് ഈ നമ്മുടെ ഈ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ മൊത്തം അന്ന് ശുചീകരണം നടത്തിയതും ഞാനാ. അത് നമ്മുടെ നേതൃത്വ പഞ്ചായത്തിൽ ചോദിച്ചാൽ അവിടുത്തെ ഭരണകർത്താക്കളോ. ഇപ്പം നമുക്ക് പുറത്ത് സോഷ്യൽ മീഡിയ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഇപ്പം കുറച്ചു പേരെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു തന്ത്രി ഇത് രഹസ്യമായിട്ട് കൊടുക്കരുത്, നിങ്ങൾ എല്ലാവരും അറിയണം. ചെയ്തു എന്ന് പറയുന്നതല്ല, നമ്മൾ അറിയിക്കണം. അതുകൊണ്ട് മാത്രമേ പോസ്റ്റ് അതിന്റെ അടിയിൽ വന്ന ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് ഇയാൾക്ക് കള്ളപ്പണം കിട്ടുന്നതല്ലേ ഇയാൾക്ക് കൊടുത്തൂടെ. അപ്പൊ എന്തുകൊണ്ട് ഇപ്പം ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോയാൽ അയാൾക്ക് ദിവസം 1000 രൂപ ഉണ്ട്. ഒരു വീട്ടിൽ 4 പേര് പോകുമെങ്കിൽ അതിനകത്ത് 100 രൂപ വെച്ച് അവർ മാറ്റി വെച്ചു കൊടുക്കാം അല്ലേ? ഒരു 4 കയ്യിൽ മേടിച്ചു കൊടുക്കാം അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? കുറവാണ്, ചുരുക്കമാണ്. വിമർശിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇദ്ദേഹം തന്നെ എത്രയോ വർഷമായിട്ട് തന്നെ അറിയാം. കുട്ടിക്കാലം മുതൽ അന്വേഷണം എനിക്കറിയാം, ആ അന്വേഷണം എന്നെ അറിയാം അല്ലേ? ആ ഒരു ബന്ധം അന്ന് നിന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇടയ്ക്ക് എങ്കിലും ഒരു മെസ്സേജ് അയക്കാറുണ്ട് ഇദ്ദേഹം, എവിടെയാ എന്താ വിശേഷം, നാട്ടിലുണ്ടോ? അപ്പൊ ഞാനും തിരിച്ച് മെസ്സേജ് അങ്ങോട്ട് അയക്കാം. എപ്പോഴെങ്കിലും ഉള്ളത് ഒരു 4-5 മാസം കൂടുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ. ഈ അങ്ങനെ പറയുമ്പോഴും ബെൻസൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആ ബെൻസ് ഇവിടെ കാണുന്നില്ല. ബെൻസ് സർവീസിന് കൊടുത്തേക്കോ. അപ്പം തിങ്കളാഴ്ച കിട്ടും. അത് ആരാ തന്നെ? ആരാണ്? അതൊരു വിശാല മനസ്കനായ ഒരാളോ, അങ്ങനെ ആളെ പറയാൻ പറ്റത്തില്ല. അല്ല, അതും എനിക്കൊന്ന് അറബി മലയാളിയാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംഘം നടക്കാതിരുന്നു. അപ്പൊ ഇവിടെ എന്നെ പുള്ളി കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്ത്രി എന്റെ ഈ സംഗതി നടക്കുന്നില്ല. ഞാൻ വന്ന ബെൻസ് അദ്ദേഹം ബെൻസ് വന്നതെന്ന് എനിക്കറിയത്തില്ലേ, ഇദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു ബെൻസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഈ കാര്യം ഞാൻ നടത്തത്തില്ല എന്ന് പറഞ്ഞ് 14 ദിവസം പുള്ളിയുടെ കാര്യം നടന്നു. പുള്ളി ബെൻസോടെ കൊണ്ടുവന്നിട്ട് താക്കോൽ തന്നിട്ടില്ലേ? പേര് മാറിയത് ഈ അടുത്ത സമയത്താണ്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് ആ ഏതെങ്കിലും ഒരു പ്രവചനം എടുത്തു പറയണമെങ്കിൽ ഏതായിരിക്കും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 2023 പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു. ഇതൊരു പ്രവചനമായിട്ട് തന്നെ കൂട്ടുക. ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ എന്ന് പറയുന്നത് പരസ്പരം വിദ്വേഷവും, മതമായാലും വ്യക്തികളായാലും. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ല നിസ്സാരം എന്ന് പറഞ്ഞു, അതുപോലെ മാനസിക വെറി പൂണ്ട മനുഷ്യനായി മാറും. അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വളർന്നിരുന്ന ചുറ്റുപാടുകളായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന വിപത്തുക്കൾ അല്ലേ? നമ്മളിപ്പോ കണ്ടുവരുന്നില്ലേ? ഓരോരുത്തരും ജാതി പറഞ്ഞാൽ പരിചയപ്പെടുന്നത്. ഞാനിപ്പോ എടുത്തു പറഞ്ഞു, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും സംശയം ഞാൻ നമ്പൂരിച്ചനാണോ ബ്രാഹ്മണനാണോ. ബ്രാഹ്മണൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനൊരു ഹീരോൻ SNDP-ക്കാരനാണ്. അതുകൊണ്ട് അവിടെ ശ്രീനാരായണന്റെ ഫോട്ടോ വെച്ചേക്കണം. എനിക്ക് ഒക്കത്തില്ലല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബമുള്ള ഒരാളുടെ തലയല്ല അവിടെ. അപ്പം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ കുറ്റം പറയുമ്പോഴും മറ്റൊരാളെ അസഭ്യം പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ ആരാണ്. നമ്മൾ ഈ
ലോകത്തിന് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ എന്തായാലും ചിന്തിക്കണം. അനീഷ് ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നു. അനീഷിന്റെ കുറെ ഇന്റർവ്യൂകൾ ഞാൻ ഈ അടുത്ത സമയത്താ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഞാൻ അനീഷിനെ ശരിക്കും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട്, അതാണ് സൗഹൃദം ശരിക്കും അല്ലെ? നമ്മളെന്നാ ചോദിക്കേണ്ട കാര്യങ്ങളും ചോദിച്ചു, ഞാൻ സിമ്പിൾ ആയിട്ടായിരുന്നത്. അതല്ലേ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പം ഈ ആത്മസൗഹൃദം നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കും. ഇപ്പൊ അനീഷിനെ കുറ്റം പറഞ്ഞ എനിക്കൊന്നും കിട്ടത്തില്ല, ഒന്നുമില്ല. എന്നെ അനീഷ് കുറ്റം പറഞ്ഞ അനീഷിനെ ഒന്നും കിട്ടത്തില്ല. എന്നെ 4 പേരോട് അറിയും. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ആവശ്യമില്ലാത്ത കമന്റുകളും കാര്യങ്ങളും എല്ലാം ഒത്തിരി പേര് അടിച്ചുവിട്ടു. ഇതിന് ശേഷം കുറേയേറെ കോളുകൾ എനിക്ക് തോന്നുന്നു ആരും എന്നെ മോശമായിട്ട് പറഞ്ഞത്. ഇന്നലെ ഒരു വിദ്വാൻ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞതായിരുന്നു, ഹിന്ദുവിന്റെ ഏതോ വലിയ വക്താവാണ് പറഞ്ഞത്. നമ്പരൊക്കെ ഞാൻ വളരെ രസകരമായിട്ടാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. എന്താ സേവ് ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം. അയാൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് നേട്ടം അയാൾക്കുള്ള? അല്ല, ഈ സ്വർണങ്ങളോട് ഭ്രമമുണ്ടോ അതോ? ഞാൻ അതൊരു രസകരമായ ഒരു കഥ പറഞ്ഞു. അതായത് ഇത് വ്യക്തിഗതമായിട്ട് ആളിനെ ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമെന്ന്. അതെ, അത് തീർച്ചയായിട്ടും ആൾ ഉൾപ്പെടെ പറയണമല്ലോ. അതായത് കടയ്ക്കലിന് കിഴക്ക് ചിതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അവരെ ഇരട്ടപ്പേര് കുതിരയെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാരറിയും. ഒരു ലേഡിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള്. അവരുടെ വീട്ടിൽ സ്ഥിരം കള്ളം കയറും. ഭയങ്കര കോടീശ്വരിയാണ്. അന്നത്തെ കാലത്ത് മഹീന്ദ്രയുടെ ജീപ്പ് ഓടിച്ചു നടക്കുന്ന ആളാണ്. അന്നേരം ആലോചിച്ച് ചോദിക്കണം എന്തുമാത്രം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരിക്കും ഈ വ്യക്തി എന്ന്. അങ്ങനെ എന്നെ 10 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങനെ എന്നെ ഒരു കാണാൻ വരുന്നു. കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൽ എൻ്റെ വീട്ടിൽ കള്ളൻ കയറും, എനിക്ക് ഈ കള്ളനെ പിടിച്ചു തരണം, ഞാൻ നിങ്ങൾക്ക് ഒരു 5 വരെ മാല കൊണ്ട് തരും. കള്ളനെ പിടിച്ചു തന്നു. അവരെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ എൻ്റെ അടുത്ത് വരുന്നവരുണ്ട്, ഇന്നും തരുന്നുണ്ട്. ഞങ്ങളവിടെ പോയി ഒരു ക്രിയ ചെയ്തു. ഇത് വിശ്വസിക്കത്തിലൊരാള്. അതുകൊണ്ടാണ് ഞാൻ ഈ അറ്റംപുള്ളി അടയാള സഹിതം പറയുന്നത്. അപ്പൊ അവര് വീട്ടിൽ തന്നെയാണ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ കിടന്ന കള്ളൻ എഴുന്നേറ്റ് ഒരു വീടിന്റെ പുറകെ വന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ചു, പുറകിലുണ്ടെന്ന്. ഭയങ്കര സൈസ് ആള്. അവരൊരു വലിയൊരു ടോർച്ചും ഒക്കെ എടുത്ത് ചാടി. ആ സമയത്ത് തന്നെ കടക്ക സ്റ്റേഷൻ ഇത് പോലീസ് ജീപ്പ് നൈറ്റ് പെട്രോളിംഗ് വന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ കള്ളൻ ചാടി കള്ളനെ ഓടിച്ചിട്ട് പിടിച്ചു. പിറ്റേന്ന് താത്ത എനിക്ക് 5 പേരുടെ ഒരു മാല കൊണ്ട് തന്നു. വെറുതെ തള്ളാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ, അത് ആളിനെ സഹിതം പറയുന്നുണ്ട്. ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ ആ സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ അറിയാലോ. പണ്ട് ഇതുപോലെ ഒരാൾ വന്നോടന്ന് കർമ്മം ചെയ്ത് കള്ളനെ പിടിച്ചത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ കർമ്മം ചെയ്ത് നമ്മള് കള്ളനെ വരെ പിടിക്കും. നമ്മള് വന്ന് പിടിച്ചിട്ടുണ്ട്, ഇന്നും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ആദ്യമായിട്ട് എന്റെ ശരീരത്ത് ഒരു സ്വർണ്ണാഭരണം വരുന്നത് അവര് കൊണ്ടുതരുന്നേ. ഇന്ന് സ്മരണയോട് കൂടിയാ ഞാൻ. അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്, കയ്യിലുണ്ട്. ഇതൊക്കെ എല്ലാം ഗിഫ്റ്റുകളാണെന്ന് മനസ്സിലായി. കാര്യം അതല്ലെങ്കിൽ ഊരി വെക്കുമല്ലോ. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ ഇൻകം ടാക്സുകാരെ മേടിച്ച് ഊരി വെക്കുക. അത് ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇട്ടോണ്ട് കിടക്കാം ധൈര്യമായിട്ട്. നമുക്ക് വെക്കാലോ. ഞാൻ അതുപോലെ എൻ്റെ വളർച്ചയുടെ 1ാം ഘടകം, അതും ഇതുപോലെ ഒരു ആളെന്നെ കാണാമെന്ന് കിടക്കുന്നു. അവർക്ക് കട്ടക്കമ്പനിയുള്ള ആളാണ്, സീജ ബ്രിക്സിന്റെ ഓണർ. അപ്പോൾ അദ്ദേഹം വന്നു. അവർക്കൊക്കെ ഇവിടെ വന്ന് എന്നെ കാണുന്ന ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ ഒരു ജ്യോതിഷാലയം ഞങ്ങൾ ഇട്ട് തരാം. അങ്ങനെ എന്നെ വിസത്താത്ത 5000 രൂപ ആളെ സഹിതം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പിന്നല്ലേ പ്രയാൾ വന്നിട്ട് ചാനലിൽ വന്നിട്ട് തള്ളിയായിരുന്നു അല്ലേ? നബീസത്ത് താത്ത 5000 രൂപ കൊടുത്ത് അവിടെ ഒരു കട എടുത്ത് അതിനകത്ത് ഫർണിച്ചർ മൊത്തം ചെയ്ത് ഇതുപോലൊരു ക്യാബിൻ, ആ ഓർമ്മയ്ക്ക് തന്നെ ഈ ക്യാബിൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരുന്നു ആ ക്യാബിൻ. അത് കയറുന്ന ഇതിലേക്കൂടെ ഇങ്ങനെ ഫുള്ള് ക്യാബിൻ ചെയ്തു. അന്നത്തെ കാലത്ത്, അന്ന് എന്നെ കാണാൻ വന്നിട്ടുള്ളവർക്കറിയാം, ഈ ചാനൽ കാണുന്ന പലരും കാണുമല്ലോ, അന്നത്തെ കാലത്ത് AC റൂമുള്ള ജ്യോത്സ്യന്മാരില്ല. ഈ 10-20 വർഷത്തിന് മുമ്പ് സാംസങ്ങിന്റെ ഒരു വിൻഡോ AC സഹിതം ഫിറ്റ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുവന്ന അവർ. സാംസങ്ങിന്റെ അല്ലേ? സാംസങ്ങിന്റെ. നമ്മൾ ഇവിടെ നടക്കുന്ന ഫാൻ്റെ കീഴില്ല, അവിടെ ഓഫീസ് AC ക്കകത്തായിരിക്കുന്നത്. അപ്പം ആ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മയിലൂടെ ഉണ്ടാക്കിയത് അല്ലെ? അദ്ദേഹത്തിന്റെ സഹോദരനാണ് എനിക്ക് റാഡോ വാച്ച് കൊണ്ടുതന്നത്. അപ്പൊ ആ കുടുംബവും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇന്നും ആ ബന്ധം അതേപോലെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞങ്ങളവിടെ പോയി എല്ലാ വർഷവും ഞങ്ങളവിടെ പോകാറുണ്ട്. വർഷത്തിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ആ ബന്ധം എന്താ? ഞാൻ ഒരു കാര്യം കൂടെ, താങ്കളുടെ വിലയേറെ സമയം കളയുന്നില്ല, കാര്യം ഇനിയും വരാനുണ്ട്. ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. കാര്യം